നമുക്കൊരു വീഡിയോയുടെ നോയ്സ്, അതായത് നമ്മളിപ്പോൾ ഫാനിൻ്റെ സൗണ്ട് അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ നോയ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അഡോബ് പ്രീമിയറിൽ ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നമ്മൾ ഏത് വീഡിയോയിലാണ് നോയ്സ് റെഡ്യൂസ് ചെയ്യുന്നത് ആ വീഡിയോ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എഫക്ട്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. നമുക്ക് ഇവിടെ നിന്ന് എഫക്ട്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യും. അതിനുശേഷം ഇവിടെ ഡി നോയ്സർ ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക DEN ഡി നോയ്സ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഡി നോയ്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് ജസ്റ്റ് വലിച്ച് ഇടും. അപ്പോൾ കണ്ട ഇവിടെ ഒരു ഓപ്ഷൻ വന്ന് കാണാൻ. ഇതിൻ്റെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ എഫക്ട്സ് കൺട്രോൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അതായത് നമുക്ക് നോയ്സ് എത്ര കൺട്രോൾ ചെയ്യണം അത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. എഫക്ട് കൺട്രോൾസിൽ നോയ്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. കണ്ടോ ഡി നോയ്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്ത് കാണാം. അതിൽ കസ്റ്റം സെറ്റപ്പിൽ എഡിറ്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ആ എഡിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഓൾറെഡി ഒരു 40 പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് വന്നത്. ആ വാല്യൂ നമുക്ക് മാറ്റി 100 കൊടുക്കണമെങ്കിൽ 100 കൊടുക്കാം. എത്രയാണോ നോയ്സ് എമൗണ്ട് കൊടുക്കുന്നത് നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതിനാണ് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ നോയ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സൗണ്ട് കുറവാണെങ്കിൽ സൗണ്ട് കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ആ വീഡിയോ സെലക്ട് ചെയ്യുക, വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓഡിയോ ഗെയിൻ ജസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്രയാണോ ഗെയിൻ ചെയ്യേണ്ടത്, ഇപ്പോൾ 10 ആണെങ്കിൽ 10 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ചുകൂടി സൗണ്ട് കൂടുതലായിട്ട് തോന്നും. സൗണ്ട് കൂട്ടാൻ പറ്റും. അതേപോലെ നോയ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടാൻ പറ്റും നമുക്ക് വീഡിയോ. ഇങ്ങനെയാണ് നമുക്ക് നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും.